ചില സിനിമകൾ എത്ര അടിപൊളിയാണെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ സൈഡും ആക്ഷനും എല്ലാ കാര്യങ്ങളും അടിപൊളിയാണെങ്കിലും ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റാത്ത എന്തോ ഒരു സാധനം, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ചില സിനിമകളിൽ ഉണ്ടായിരിക്കും. പറഞ്ഞു വരുന്നത് സിസു റോഡ് ടു റിവെഞ്ചിനെ കുറിച്ചിട്ടാണ്. ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ട് 2022 റിലീസായ പാർട്ട് കണ്ടിട്ട് ശരിക്കും ഒരു രോമാഞ്ചം ഉണ്ടായ പടമാണിത്. അത് കണ്ടിട്ട് ശരിക്കും നമ്മളിങ്ങനെ നിന്നുപോയി. എന്താണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്? ഒരു ഇന്ത്യൻ ആ ഒരു സാധനം പോലെ എന്ന് വെച്ചാൽ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു അപ്പാപ്പൻ ഇതുപോലെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നു. ഒരു 100-300ഓളം മറ്റേ സോവിയറ്റ് യൂണിയന്റെ പട്ടാളക്കാരെ മൊത്തം അടിച്ചൊതുക്കുന്നു, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. ആ ഒരു ടൈപ്പ് ആക്ഷനും അയാളുടെ ഒരു ഫിസിക്കും ആ ഒരു സ്റ്റോറി ലൈനും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ അന്ന് വല്ലാണ്ട് അത്ഭുതപ്പെട്ട് നോക്കിയിട്ടുണ്ട്. 3 വർഷത്തിന് ശേഷം ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് സിസു 2 വരുന്ന സമയത്ത് ഈ പടത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് മുമ്പത്തെ അതേ ഒരു സ്റ്റോറി ലൈനും ഈ റിവെഞ്ച് എടുക്കലും അമ്മാതിരി പരിപാടി തന്നെയാണ്. പക്ഷെ ഇത് കണ്ടിട്ടില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇഷ്ടം പോലെ ആക്ഷൻ ഉണ്ട് ഈ പടത്തിൽ. ആക്ഷൻ എന്ന് വെച്ചാൽ റോഡിലെ ആക്ഷൻ, ആകാശത്തിൽ വരുന്ന മറ്റേ യുദ്ധവിമാനം വെച്ചിട്ടുള്ള ആക്ഷൻ, ട്രെയിനിലെ ഫൈറ്റ്, ഇതൊന്നും പോലെ വെള്ളത്തിലടിയിലുള്ള ഫൈറ്റ്. സിനിമയുടെ സ്റ്റാർട്ടിങ് മുതലേ ഇടിയാണ്. അതായത് നല്ല ഗൺഫെയറും എല്ലാ പരിപാടിയും ഉണ്ട് പടത്തിൽ. ടെക്നിക്കലി നമുക്ക് എവിടെ ഒരു വീക്കായിട്ടൊന്നും പറയാനൊന്നുമില്ല. എൻ്റെ എഡിറ്റിങ്, മ്യൂസിക്, ആക്ഷൻ, മേക്കപ്പ് എല്ലാം ദ ബെസ്റ്റ് ആയിരുന്നിട്ട് പോലും ഇല്ലേ ഈ പടം തീരെ എനിക്കങ്ങനെ നോക്കിയിരിക്കാനേ തോന്നില്ല കേട്ടോ. 1.5 മണിക്കൂറേ ഉള്ളൂ പടം. പക്ഷെ ഇങ്ങനെ റിവ്യൂ ഇടാൻ വേണ്ടി കണ്ടു തീർത്തുന്നേ ഉള്ളൂ, അല്ലാതെ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒന്നും ഈ സിനിമയിൽ ഉണ്ടായില്ല. പക്ഷെ ഈ പടം മോശമൊന്നുമല്ല, ഈ പടത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്കെന്തോ വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഏതായാലും ഇന്ത്യൻ 2 പോലെയൊന്നും ആയിട്ടില്ല, അത്ര ബോറായിട്ടൊന്നുമില്ല, കണ്ടിരിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പടത്തിന്റെ എന്താണ് മോശം പറയാൻ ഒന്നുമില്ല. പക്ഷെ എന്തോ എവിടെയോ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റാത്തൊരു സാധനം ഈ പടത്തിലുണ്ട്. ജൽമാരി ഹലാൻഡർ ആണ് പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. നല്ല ക്രാഫ്റ്റ് തന്നെയാണ്, നമുക്കൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ പടത്തിൽ ലീഡ് റോളിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റീവൻ ലാങ്ങും അതുപോലെ തന്നെ ജോർമ ടോമിലെയാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫിസിക്ക് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഏജും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്ഭുതം തന്നെയാണ്. മേക്കപ്പ്, ഫൈറ്റ്, ട്രെയിനിൽ ബോംബും കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ യുദ്ധവിമാനത്തിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റും എല്ലാം അടിപൊളിയാണ്. ഈ പടത്തിന്റെ തിയേറ്റർ അവസ്ഥയും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് വലിയൊരു തിയേറ്ററിക്കൽ ഹിറ്റ് ഒന്നും അല്ല പടം. എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരുന്ന് കാണാം. അല്ലെങ്കിൽ സിസു 1 ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും എന്താണ് ഈ പടം, അതായത് ഈ സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുമായിരിക്കും. ഇത് സംഭവം അല്ല എന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. നല്ല രസമാണ് പടം. അതായത് ക്രാഫ്റ്റ് വൈസ് അടിപൊളിയൊക്കെയാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഒരു 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 എന്താണ് പിടിച്ചിരുത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. മേ ബി എല്ലാം എക്സ്പെക്റ്റബിൾ ആയതുകൊണ്ടാവും. ഈ എന്താണ് വലിയൊരു പട, അതായത് ആണവ ബോംബ് പൊട്ടിയാൽ പോലും ഈ ചങ്ങായി പിടിച്ചു നിൽക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഓൾറെഡി വന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു എന്താണ് റിസൾട്ട് ഉണ്ടായിരിക്കുക. എനിവേ കണ്ടു നോക്കുക. 1.5 മണിക്കൂറുള്ളൂ പടം. 1.5 മണിക്കൂർ തികച്ചില്ല, 1 മണിക്കൂർ 25 മിനിറ്റ് അത്രേ ഉള്ളൂ. അടിയാണ്, അടിയോടടി, തുടക്കം മുതൽ അവസാനം വരെ അടി, ഇടി, വെടി എല്ലാ വകയുണ്ട്. പക്ഷെ എനിക്കത്ര ദഹിച്ചിട്ടില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയില്ല, ഒന്ന് കമന്റ് ചെയ്യുക. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.